രാജ്യം ഒട്ടാകെ തിരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്നിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും, കെ മുരളീധരൻ തൃശൂരിൽ നിന്നും, ഒപ്പം കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും ജനവിധി തേടും. വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ടി സിദ്ദിഖ് ഇവരുടെ പേരുകളാണ് പരിഗണനയിലൊക്കെ ഉള്ളത്. തൃശൂർ MP TN പ്രതാപൻ ഇത്തവണ മത്സരിക്കുകയുമില്ല. അപ്പോൾ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത്, എന്തൊക്കെയായിരിക്കും ഈ പട്ടികയിൽ ഒളിച്ചിരിക്കുന്ന സസ്പെൻസ് എന്നൊക്കെ അറിയേണ്ടതില്ലേ? അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാലും, തൃശ്ശൂർ DCC ഓഫീസിന് മുന്നിൽ നിന്ന് ആദിത്യൻ ഓമനക്കുട്ടൻ, കോഴിക്കോട് നിന്ന് CK വിജയനും ഒക്കെ ചേരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരിലേക്കായി പോകാം. അപ്പോൾ ആദ്യം പോകുന്നത് ബി ബാലഗോപാലിലേക്ക് പോവുകയാണ്. ബാലു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഈ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേർന്ന ആ ഒരു സമയത്ത് അത് കോൺഗ്രസിനെ ഇത്രയും വലിയ രീതിയിൽ ചൊടിപ്പിക്കുമെന്ന് അത് വിചാരിച്ചിരുന്നില്ല. രണ്ടു മനസ്സിൽ നിന്ന് കെ സുധാകരൻ ഇപ്പോൾ മത്സരിക്കാം എന്നൊരു രീതിയിലേക്ക് വരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. ആലപ്പുഴയിൽ ചർച്ചകളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. KC വേണുഗോപാൽ അന്തിമ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ? ഒപ്പം വടകരയിലെ സസ്പെൻസ് അത് എങ്ങനെയായിരിക്കും? ഇന്നലെ ഇപ്പോൾ KPCC അധ്യക്ഷൻ ഇത്രയും വലിയൊരു സസ്പെൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരും, ഇങ്ങനെ ഒരു ഒന്നൊന്നര പട്ടികയാകും എന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ബാലു, സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെ വലിയ ട്വിസ്റ്റുകളും അതുപോലെ തന്നെ സസ്പെൻസുകൾക്കും ഒടുവിലാണ് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഏകദേശ ധാരണ ആയിരിക്കുന്നത്. ഏകദേശമല്ല, ധാരണ തന്നെ ആയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് രാവിലെ 10-11 മണിക്ക് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഒപ്പുവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതായിരിക്കും. ഏറ്റവും വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, മുരളീധരൻ ഈ വടകരയിൽ പ്രചരണം ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്നലെ ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിന്റെ ഈ വലിയൊരു ഗൂഗ്ലി എന്ന് പറയാവുന്ന ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഈ ചർച്ചകൾക്ക് ശേഷം അനൗദ്യോഗികമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഒന്നാമതായി പറയുന്നത്, ഈ മുരളീധരൻ തൃശ്ശൂരിലെത്തുമ്പോൾ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ്. കാരണം BJP ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ ഇതിനോടകം തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഇനിയും അദ്ദേഹം എത്തുമെന്നാണ് കേൾക്കുന്നത്. ഇതിനൊക്കെ പുറമെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയതോടുകൂടി ഈ കെ മുരളീധരന്റെ കെ കരുണാകരന്റെ പാരമ്പര്യം ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം, ചുരുങ്ങിയ പക്ഷം തൃശ്ശൂരെങ്കിലും അത്തരമൊരു ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വരാം. ഞാൻ തൃശ്ശൂരിലേക്ക് കൂടി പോവുകയാണ്. ആദിത്യൻ ഓമനക്കുട്ടനുണ്ട് DCC ഓഫീസിന് മുന്നിൽ നിന്ന്. ഈ തൃശ്ശൂരിൽ വലിയൊരു സസ്പെൻസ് തന്നെയാണ്. കെ മുരളീധരൻ എത്തുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പോലും TN പ്രതാപൻ, അദ്ദേഹം ഈ പ്രചരണത്തിലൊക്കെ വളരെ സജീവമായിരുന്നു. ഇപ്പോൾ TN പ്രതാപൻ മാറി ഇദ്ദേഹം വരുമ്പോൾ, മുരളീധരൻ വരുമ്പോൾ എന്താണ് കോൺഗ്രസ് നേതൃത്വം TN പ്രതാപന് മുന്നിൽ വയ്ക്കുന്ന ഓഫർ? നിയമസഭാ സീറ്റാണോ? സേതു സൂചിപ്പിച്ചതുപോലെ കടുത്തൊരു മത്സരത്തിലേക്ക് തൃശ്ശൂർ കടക്കുന്നു. അത്തരത്തിൽ ലീഡറുടെ മകൾ പോയതിന് പിന്നാലെ ലീഡറുടെ സ്മൃതി കുടീരത്തിൽ വെച്ചാണ് ഇന്നലെ തൃശ്ശൂർ DCC പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തിയത്. TN പ്രതാപൻ തന്നെ സ്ഥാനാർത്ഥിയാവും. അതായത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കടക്കും മുന്നേ തന്നെ കോൺഗ്രസ് ഒരു മുഴം മുന്നേ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇറങ്ങുകയായിരുന്നു. TN പ്രതാപൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുന്നു, പ്രചാരണം ആരംഭിക്കുന്നു എന്ന തരത്തിൽ ഗുരുവായൂരപ്പനും ലീഡറും സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് TN പ്രതാപൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. പക്ഷേ രാത്രിയിൽ പൊട്ടിയ സസ്പെൻസ് TN പ്രതാപൻ ഒരേ സമയം സർപ്രൈസും ഒരു പണിയുമായി എന്ന് വേണം കരുതാൻ കോൺഗ്രസിന്. കാരണം 150ഓളം ഇടങ്ങളിലാണ് TN പ്രതാപന് വോട്ട് ചെയ്യുക എന്ന തരത്തിൽ ചുവരെഴുത്തുകളുള്ളത്. അതുപോലെ തന്നെ 100 കണക്കിന് ഇടങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലേക്കും പണം നൽകി കഴിഞ്ഞു. അത്തരത്തിൽ TN പ്രതാപൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ കൊഴുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ. വലിയൊരു മാറ്റം, ഒരു സർപ്രൈസും ഒരു പണി എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പണി എന്ന് തന്നെ സൂചിപ്പിക്കാതെ വയ്യ. കാരണം ഇത്തരത്തിൽ വളരെ വ്യാപകമായ പ്രചാരണം ആരംഭിക്കുന്നു. അതിനുശേഷം സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാവുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു കരുത്തുറ്റൊരു തീരുമാനം എന്നും വിശേഷിപ്പിക്കാം. കാരണം ലീഡറുടെ മകൾ പോയ വഴിയിൽ ലീഡറുടെ പുത്രനെ തന്നെ തൃശ്ശൂരിൽ ഇറക്കുകയാണ്. ലീഡറുടെ പാളയത്തിൽ ലീഡറുടെ മകൻ എത്തുന്നു, കരുത്തുറ്റൊരു സ്ഥാനാർത്ഥിയെ ലീഡറുടെ മകൻ എത്തുന്നു എന്നുള്ള കാര്യവും വളരെ അനുകൂലമായൊരു കാര്യമായാണ് കോൺഗ്രസ് എടുക്കുന്നത്. TN പ്രതാപനിലേക്ക് വരികയാണ്.
പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അത് സ്വീകരിക്കാൻ, അത് അനുസരിക്കാൻ താൻ തയ്യാറാണ്, സജ്ജമാണെന്നാണ് TN പ്രതാപൻ്റെ അറിയിപ്പ്. അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിയമസഭാ സീറ്റ് ഉൾപ്പെടെ നൽകുന്ന കാര്യം പാർട്ടി പരിഗണിക്കുകയാണ്. എന്തായാലും വളരെ കരുത്തുറ്റൊരു മത്സരം, ഒരു ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ, എന്നാൽ അതിനെയും കവച്ചു വെക്കുന്ന രീതിയിൽ വലിയ ചതുരംഗ നീക്കങ്ങളാണ് ഇനി തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും സാക്ഷാൽ ലീഡറുടെ മകൻ തന്നെ പാളയത്തിലെത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ പാളയത്തിലെത്തുകയാണ്. കരുത്തുറ്റ മത്സരം തന്നെ. എന്തായാലും ഈ ലീഡറുടെ മകൾ പോയ വഴി ഒരു വൈകാരിക പാതയാക്കി മാറ്റുവാനായിരുന്നു തൃശ്ശൂർ കോൺഗ്രസിൻ്റെ തീരുമാനം. ഒരു പ്രവർത്തകരും തന്നെ പത്മജ അനുകൂലികളായി BJP-യിലേക്ക് പോകാതിരിക്കുക. ഞാൻ കോഴിക്കോട് നിന്ന് CK വിജയൻ കൂടി ചേർന്നു, അദ്ദേഹത്തിലൂടെ പോവുകയാണ്. CK, നമ്മുടെ പത്മജ വേണുഗോപാൽ ഇന്നലെ BJP-യിലേക്ക് ചേർന്നു. പത്മജയുടെ പുറകെ മറ്റ് നേതാക്കൾ ആരും കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകില്ല എന്നൊരു കാര്യം ഉറപ്പാണ്. അതിൽ നമുക്ക് ഒരു ആശങ്ക പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിക്കും അത് സംബന്ധിച്ച് ആശങ്കകളൊന്നുമില്ല. പക്ഷേ ലീഡറുടെ മകൾ എന്നൊരു പരിവേഷം, അതാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നേരിടുന്ന ഒരു പ്രതിസന്ധി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വടകരയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ചർച്ചകൾ നടക്കുന്നു. ലീഡറുടെ തട്ടകത്തിലേക്ക് K മുരളീധരൻ മാറുമ്പോൾ വടകരയിൽ ആരായിരിക്കും? T സിദ്ദിഖായിരിക്കുമോ അതോ ഷാഫി പറമ്പിലായിരിക്കുമോ? എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്? CK, Sedu, good morning and happy Women's Day, especially for you. ഏതായാലും വടകരയിൽ ഒരു മത്സരത്തിന് പുതിയൊരു നിറം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം K മുരളീധരൻ ഇവിടെ നിന്ന് പ്രചരണം ഏതാണ്ട് ഇൻഫോർമലായിട്ടുണ്ടെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രചരണത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. ഏതായാലും K മുരളീധരനെ തൃശ്ശൂരിൽ കൂടുതൽ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വലിയൊരു കരുത്തുള്ളൊരു നേതാവിന് വേണം എന്ന കോൺഗ്രസിൻ്റെ തോന്നൽ കൂടിയാണ് യഥാർത്ഥത്തിൽ K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നത്. മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുമ്പോൾ വടകരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഒന്നുകിൽ ഷാഫി പറമ്പിലായിരിക്കും അല്ലെങ്കിൽ T സിദ്ദിഖായിരിക്കും ഇവിടെ മത്സരിക്കുക. സേതു, ഇത് എനിക്ക് തോന്നുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ വളരെ ഗൗരവമേറിയ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ലീഗിന് 3-ാം സീറ്റ് എന്ന ചർച്ചക്കൊപ്പമായിരുന്നു ഈ ചർച്ച നടന്നിരുന്നത്. അതായത് വടകര വേണമെങ്കിൽ ലീഗിന് നൽകാം എന്നൊരു ധാരണ പൊതുവിൽ UDF-നകത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. പക്ഷേ അത്ര പെട്ടെന്ന് തന്നെ എടിപിടിയായി വടകര മണ്ഡലം നേരിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് വിജയത്തെ ബാധിക്കുമോ എന്നൊരാശങ്ക ലീഗിനകത്തും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പുതിയ ഫോർമുല UDF മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. അതായത് അവിടെ ഒരു മുസ്ലിം മൈനോറിറ്റിയിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ അവർ ഉറപ്പ് നൽകുന്നുണ്ട്. അത് ഷാഫി പറമ്പിലാണോ ഇനിയല്ല അത് T സിദ്ദിഖാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളത്. ഷാഫി പറമ്പിലിനെയാണ് മത്സരിക്കുന്നതെങ്കിൽ, അവിടെ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ പിന്നീട് നടക്കുന്ന മത്സരത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി മുന്നിലുണ്ട്. പക്ഷേ അതേസമയം ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ യൂത്ത് എന്ന രീതിയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. ഒരുപക്ഷേ K മുരളീധരന് വേണ്ടി ഇറങ്ങുന്ന പാർട്ടി പ്രവർത്തകരെക്കാളും എണ്ണത്തിൽ കൂടുതൽ ആൾക്കാർ ഷാഫി പറമ്പിലിന് വേണ്ടി പ്രചരണത്തിനും മറ്റും രംഗത്തിറങ്ങും. മാത്രമല്ല നാദാപുരം, കുറ്റ്യാടി പോലുള്ള മണ്ഡലങ്ങളിലെ ഈ മൈനോറിറ്റി വോട്ടുകൾ, പ്രത്യേകിച്ച് തലശ്ശേരി പോലുള്ള ഭാഗങ്ങളിലെ മൈനോറിറ്റി വോട്ടുകൾ എല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിയും എന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്.